ഹായ് ഹലോ. ഓണം വന്നെത്തിയല്ലേ. ഓണത്തിന് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് മുല്ലപ്പൂ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പക്ഷേ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രൈസിലല്ല കേട്ടോ മുല്ലപ്പൂവിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ, അതും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മുല്ലപ്പൂ. ഈ ഒരു മുല്ലപ്പൂ മാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ക്രേപ്പ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല, മറ്റൊരു സംഭവം യൂസ് ചെയ്തിട്ടാട്ടോ. അത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂവിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലമുടിയിൽ തന്നെ വയ്ക്കണം കേട്ടോ. ഈ ഒരു മുല്ലപ്പൂ മാല നിങ്ങൾക്ക് മഴയത്തും വെയിലത്തും ഒരുപോലെ യൂസ് ചെയ്യാം, കാരണം ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇതുപോലത്തെ വൈറ്റ് കളറുള്ള തുണിയുടെ കവർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മുല്ലപ്പൂമാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവറിന് അത്യാവശ്യം കട്ടിയുണ്ട്, അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറാട്ടോ. ഇത് അത്ര വൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പിന്നെ കട്ടി കുറവാണ്. അപ്പോൾ കട്ടി കൂടുതലുള്ള ആ ഒരു വൈറ്റ് കളർ കൂടുതലായിട്ട് തോന്നിക്കുന്ന ആ ഒരു കവറാണ് ഞാൻ ഇതിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 3.25 ഇഞ്ചുണ്ട് കേട്ടോ. 3.25 വേണം നിർബന്ധമൊന്നുമില്ല, ഒരു 3 ഇഞ്ചായാലും മതി. ഇനി നമുക്കിത് ഈ ഒരു രീതിയിൽ 6 ആയിട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 6 പെറ്റൽസ് ഉള്ള ഒരു മുല്ലപ്പൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പെറ്റൽസിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു സൈഡിൽ 6 ഭാഗം ഇതുപോലെ കേർവ് ഷേപ്പിലിരിക്കും. അതായത് നമ്മുടെ 6 പെറ്റൽസാണ്. ഓരോ പെറ്റൽസും ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്ന രീതിയിൽ ഇതുപോലെ അടിഭാഗം ഒന്ന് ചുരുട്ടി എടുക്കാം കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട്, വൈറ്റ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ചുറ്റിയിട്ട് നല്ല ടൈറ്റിലൊന്ന് വലിച്ച കെട്ടായിട്ട് മാറുന്നതായിരിക്കും. കണ്ടില്ലേ. കറക്റ്റ് നമ്മുടെ ആ ഒരു മുല്ലപ്പൂവിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി കെട്ടാനായിട്ട് മറ്റൊരു മെത്തേഡും കൂടി യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ മുല്ലപ്പൂ കെട്ടുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. മുല്ലപ്പൂ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ത്രെഡ് ആ ഒരു കടഭാഗത്ത് ഒന്ന് ചുറ്റി ടൈറ്റ് ചെയ്തതിന് ശേഷം മുല്ലപ്പൂ കെട്ടുന്ന രീതിയിൽ വിരലിൽ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴ്ഭാഗത്തേക്ക് ഒന്നുകൂടി ചുറ്റിയിട്ട് നല്ല ടൈറ്റിലൊന്ന് വലിച്ച് ആ ഒരു നൂല് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 മുല്ലപ്പൂ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ മുല്ലപ്പൂ കോർക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ കോർക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്തതിൻ്റെ അളവ് കാണിച്ചില്ലായിരുന്നു കേട്ടോ. കണ്ടോ, ഏകദേശം ഒരു 1.25 ഇഞ്ചാണിത് വരുന്നത്. നേരത്തെ പോലെ തന്നെ ഞാൻ 6 ഭാഗങ്ങളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലൊരു കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് ഇതുപോലൊരു വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മിന് ഓവറായിട്ടുള്ള കട്ടി വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അത് കട്ടി കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കട്ടി കുറയ്ക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നേരത്തെ ചെയ്ത രീതിയിൽ ഒന്നല്ലെങ്കിൽ നൂല് ചുറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ മുല്ലപ്പ് കെട്ടുന്ന രീതിയിൽ ആ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ. നല്ല ഒറിജിനലിന് വെല്ലുന്ന തരത്തിലുള്ള മുല്ലപ്പൂക്കളോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടർ പ്രൂഫ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറുള്ള അക്രിലിക് പെയിൻറ്റും ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ ഒരു മിക്സ് മുല്ലപ്പൂവിൻ്റെ ഓരോ പെറ്റൽസിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ മാത്രമല്ല പുറത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബ്രഷ് വെച്ചാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് കൈകൊണ്ടായിട്ടോ. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ആവില്ല. കണ്ടില്ലേ. ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മും കൂടി ഒന്ന് കളർ ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്കൊരു കളർ കിട്ടിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൽ ഞാൻ കുറച്ചും കൂടി ലെമൺ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റ് മുല്ലപ്പൂര് കളർ ചെയ്ത് കേട്ടോ. ഇങ്ങനെ കുറച്ചധികം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. പിന്നീട് ഞാൻ കുറച്ചധികം ലെമണെല്ലാം എടുത്തിട്ട് അതിലേക്ക് 1-2 ഡ്രോപ്പ് ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തു. ആ ഒരു ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കറക്റ്റ് നമ്മുടെ ആ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഒരു തണ്ടുണ്ടാവുമല്ലോ, അതിൻ്റെ കറക്റ്റ് കളർ ഈ ഒരു കളറാട്ടോ എക്സാക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ വാഴയിലയിൽ ഫോട്ടോ എടുത്ത ടൈമിൽ കുറച്ച് ഗ്രീനിഷ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. കണ്ടില്ലേ. സെയിം സംഭവം തന്നെയാണ്, പക്ഷേ കളർ ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. നേരിട്ട് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊരു വിധം ഉണങ്ങി വന്ന ടൈമിൽ കൈ കൊണ്ട് ആ ഒരു തണ്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ്
കറക്റ്റ് നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ നിൽക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് വാട്ടർ പ്രൂഫ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുല്ലപ്പൂ ഞാനിത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കൈ കൊണ്ട് കുറച്ച് ഇങ്ങനെ താത്തിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ കുടഞ്ഞെടുക്കാം. ഒട്ടും തന്നെ പെയിൻറ്റ് പോവുകയോ നനഞ്ഞു പോവുകയോ ഒന്നുമില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, പെയിൻറ്റുകളൊന്നും നമ്മുടെ കയ്യിലൊന്നും ആവുന്നില്ല. കറക്റ്റ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തയ്ക്കുന്ന ഈ ഒരു വൈറ്റ് കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് 2 ലെയറാക്കി എടുക്കാം. എന്നിട്ട് 2 മെത്തേഡ് ഞാൻ മുല്ലപ്പൂ കെട്ടാനായിട്ട് കാണിച്ചു തരാം. ഒന്ന് ഇതുപോലെ താഴത്തേക്ക് 2 ലൂപ്പ് എടുക്കുക. ഇനി റൈറ്റ് സൈഡിലുള്ള ലൂപ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ലൂപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ മുകളിൽ നിന്ന് താഴേക്കും, താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ താഴെ നിന്ന് മുകളിലേക്കും ഓരോ മുല്ലപ്പൂ വീതം വെച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഓരോ മുല്ലപ്പൂവിന് പകരം ഈ 2 മുല്ലപ്പൂവും വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ത്രെഡ്, റൈറ്റ് സൈഡിലുള്ള ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഇതുപോലെ 2 മുല്ലപ്പൂ വെച്ചതിന് ശേഷം മുകളിലേക്കോ അല്ലെങ്കിൽ താഴേലേക്കോ ആയിട്ട് 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുക്കുക. പിന്നെ വിരൽ വെച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഒരു തുണിയുടെ കവർ വെച്ചിട്ട് ചെയ്ത സംഭവമാണല്ലോ. അപ്പോൾ ഒട്ടും അഴിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. മുല്ലപ്പൂ ആണെങ്കിൽ ഒറ്റ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ ഐക്കാർഡിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കെട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏത് കെട്ടാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇത്ര ചെയ്തെടുത്തെങ്കിൽ നമ്മുടെ കുഞ്ഞാവ് എണീറ്റ് ആകെ അലമ്പാക്കി. പിന്നെ അവളെ കയ്യിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്തത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മോളെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ചെയ്തപ്പോൾ അവളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നോക്കടാ, ഹായ് എന്തിനാ സുന്ദരി പറഞ്ഞടാ, ഹായ് പറഞ്ഞടാ, ഹായ് ഹായ് സുന്ദരിയായി വെച്ചേ, സുന്ദരിയായി വെച്ചേ, ഹായ് സുന്ദരിയായോടാ, സുന്ദരിയായി. അയ്യോ നാണായാ. അപ്പൊ നമ്മളിത് ഇതിനെ കൈ പിടിച്ചിട്ടാണ് മോളെ കയ്യിൽ വെച്ചിട്ടും അവൾ ഓർക്കുന്ന ടൈമിലൊക്കെയാണ് ഞാൻ ഈ മുല്ലപ്പൂ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ കോർക്കാനായിട്ട് അവളെ കയ്യിൽ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം അവൾ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ ക്രേ പേപ്പറും ടിഷ്യൂ പേപ്പറും ഒന്നും അല്ലാത്തതുകൊണ്ട് ഇത് കീറിയൊന്നും പോയില്ല കേട്ടോ. ഒരു കുഴപ്പം പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മുല്ലപ്പൂ ഉണ്ടാക്കിയ ടൈമിൽ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അവളുടെ മാരേജാണ്. അപ്പോൾ അവൾ പറയാണ്, അരിക്കുത്ത് കല്യാണത്തിന് ഞാൻ ഇനി കാശ് കൊടുത്തൊന്നും മുല്ലപ്പൂ വാങ്ങണില്ല, നീ ഈ ഒരു മുല്ലപ്പൂ എനിക്ക് തന്നാൽ മതിയിട്ടോ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാ അവൾ ആ ഒരു അരിക്കുത്ത് കല്യാണത്തിന് എൻ്റെ മുല്ലപ്പൂ കയ്യിൽ കെട്ടിയിട്ട് നിൽക്കുന്ന ഫോട്ടോസോ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, കറക്റ്റ് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ ഒറിജിനലിനെ വെല്ലും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മുല്ലപ്പൂവിനൊക്കെ അന്യായ വിലയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ബൈ, താങ്ക് യു.